JEE എക്സാം ഇന്ത്യയിലെ IITകളിൽ അഡ്മിഷൻ കിട്ടാൻ വേണ്ടിയിട്ടുള്ള എക്സാമാണ്. ഈ എക്സാം എഴുതി ആദ്യത്തെ 1000 റാങ്കിൽ പെടുന്നവരിൽ 40% പേരും അവരുടെ വിദ്യാഭ്യാസത്തിന് ശേഷം വിദേശ രാജ്യങ്ങളിലേക്കാണ് പോകുന്നത്. പിന്നീട് അവർ അവിടെ സിറ്റിസൺഷിപ്പ് കിട്ടി അവിടെ തന്നെ തുടരുന്നു. 100 റാങ്കുകാരുടെ ഒരു ലിസ്റ്റ് എടുക്കാം. ആ 100 റാങ്കുകാരുടെ ലിസ്റ്റിൽ 60% ആളുകളും അവരുടെ വിദ്യാഭ്യാസത്തിന് ശേഷം നേരെ പോകുന്നത് വിദേശ രാജ്യങ്ങളിലേക്കാണ്. ഇനി ആദ്യത്തെ 10 റാങ്കുകാരെ എടുക്കാം. അതായത് ഏറ്റവും മികച്ച, ഏറ്റവും ജീനിയസ് ആയിട്ടുള്ള, ലോകത്തിൽ തന്നെ ഏറ്റവും മികച്ച വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ സിറ്റിസൺസ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഈ 10 റാങ്കിൽ വരുന്ന ആളുകളിൽ 90% ആളുകളും വിദേശ രാജ്യങ്ങളിലേക്കാണ് പോകുന്നത്. അവിടെ പോയി അവിടെ ജോലി ചെയ്ത് അവിടുത്തെ കമ്പനികളെ അവർ വികസിപ്പിക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഇവിടെ ഇന്ത്യ ചെലവഴിച്ച പണം മുഴുവനും, ശരിക്കും ആ പണം വേസ്റ്റായിട്ട് പോകുന്നില്ല, ആ പണം മുഴുവനും വിദേശ രാജ്യങ്ങൾക്കാണ് ലാഭമായിട്ട് മാറുന്നത്. ഇന്ത്യ അങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്ന ലോകത്തിലെ ഏറ്റവും ജീനിയസ് ആയിട്ടുള്ള ആളുകൾ വിദേശ രാജ്യങ്ങളിലെ കമ്പനികളിലെ ജോലിക്കാരായി വിദേശ രാജ്യങ്ങളിൽ തുടരുന്നു. അവർ ഇവിടെ നിന്ന് അമേരിക്കയിലും അതുപോലെ യൂറോപ്പിലുമൊക്കെ പോയി ജോലി നേടിയതിനെക്കുറിച്ച് ഞാൻ ഒരു രീതിയിലും കുറ്റം പറയത്തില്ല. അവർ ചെയ്തത് ശരിയായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്, അങ്ങനെ തന്നെ ചെയ്യണം. കാരണം ഇന്ത്യയിൽ അതിനുള്ള സൗകര്യമില്ല, ഇന്ത്യയിൽ അത്തരത്തിൽ മികച്ച സ്ഥാപനങ്ങളില്ല, അത്രയും ഉയർന്ന ശമ്പളം അവർക്ക് കിട്ടുന്നില്ല, അത്രയും മികച്ച ജീവിത സാഹചര്യങ്ങൾ അവർക്ക് കിട്ടുന്നില്ല. അപ്പോൾ അവർ ഇന്ത്യയിൽ തന്നെ നിൽക്കണമെന്ന് നമ്മൾ പറയുന്നതിൽ ഒരു അടിസ്ഥാനവുമില്ല. അവരുടെ കഴിവിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർക്ക് IITയിൽ അഡ്മിഷൻ കിട്ടിയതും അവർക്ക് ഉയർന്ന മാർക്കോടുകൂടി അവിടെ വിജയിക്കാനും സ്കില്ലുണ്ടാക്കിയെടുക്കാനും സാധിച്ചത്. ആ സ്കില്ല് അവർ എവിടെ ഉപയോഗിക്കണമെന്ന് അവർ തന്നെയാണ് തീരുമാനിക്കേണ്ടത്. പക്ഷേ അത്തരത്തിലുള്ളൊരു സ്ട്രക്ചറാക്കി മാറ്റിയെടുത്തത് നമ്മൾ ഇന്ത്യക്കാർ തന്നെയല്ലേ. ഇന്ത്യക്കാരാണ് ഇന്ത്യയിൽ അത്തരത്തിലുള്ള ഒരു വിദ്യാഭ്യാസ സ്ഥാപനം ഉണ്ടാക്കുകയും എന്നാൽ ഇവിടെ കാര്യമായിട്ട് ഫാക്ടറികൾ പ്രവർത്തിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കാതിരിക്കുകയും ചെയ്തത്.